Hi everyone. Next topic I regulation for main switch and distribution board. നമ്മളൊരു ഹൗസ് ഹോൾഡ് വയറിംഗ് അല്ലെങ്കിൽ ഏതെങ്കിലും വയറിംഗ് ചെയ്യുന്ന സമയത്ത് ഇൻഡസ്ട്രിയൽ വയറിങ്ങോ ഡൊമസ്റ്റിക് വയറിങ്ങോ ഏതും ആവട്ടെ വയറിംഗ് ചെയ്യുന്ന സമയത്ത് മെയിൻ സ്വിച്ചും അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡും ഫിക്സ് ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ പാലിക്കേണ്ട ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റെഗുലേഷൻ പ്രകാരമുള്ള റൂൾസ് എന്തൊക്കെയാണ് നമ്മൾ പാലിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. അതിൽ റിസപ്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ മെയിൻ സപ്ലൈ റിസീവ് ചെയ്യുകയും അതുപോലെ അതിന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ദർ ഷാൾ ബി എ സർക്യൂട്ട് ബ്രേക്കർ ഓർ എ ലിങ്ക്ഡ് സ്വിച്ച് വിത്ത് ഫ്യൂസ് ഇൻ ഈച്ച് ലൈവ് കണ്ടക്ടർ ഓഫ് ദ സപ്ലൈ മെയിൻസ് അറ്റ് ദ പോയിൻ്റ് ഓഫ് എൻട്രി. അപ്പോൾ സപ്ലൈ മെയിൻസ് നമ്മളെ സപ്ലൈയിൽ നിന്ന് മെയിൻസിലേക്ക് എൻട്രി ചെയ്യുന്ന ഭാഗത്ത് there shall be a circuit breaker, ഒന്നുകിലൊരു സർക്യൂട്ട് ബ്രേക്കർ ഓർ എ ലിങ്ക്ഡ് സ്വിച്ച് വിത്ത് ഫ്യൂസോട് കൂടിയിട്ടുള്ള ഒരു ലിങ്ക്ഡ് സ്വിച്ചോ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. നമ്മുടെ സപ്ലൈ മെയിൻസിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു സർക്യൂട്ട് ബ്രേക്കറോ അല്ലെങ്കിൽ ഒരു ലിങ്ക്ഡ് സ്വിച്ച് വിത്ത് ഫ്യൂസോ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ലൈവ് കണ്ടക്ടറിൽ ഏത് ലൈവ് കണ്ടക്ടർ ആയാലും ഇപ്പോൾ 3 ഫേസ് ആണെങ്കിലും 3 ഫേസിലും കൊടുക്കണം, അതുപോലെ സിംഗിൾ ഫേസ് ആണെങ്കിൽ ഒരു ഫേസിൽ മാത്രം കൊടുത്താൽ മതി. The neutral wire should not have any break in the form of a switch or a fuse unit. നേരത്തെ പറഞ്ഞത് ലൈവ് കണ്ടക്ടർ അല്ലെങ്കിൽ ഫേസ് കണ്ടക്ടറിൻ്റെ കാര്യമാണ്. ഇനി നമ്മൾ ന്യൂട്രൽ വയർ നമ്മുടെ സപ്ലൈ മെയിൻസിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഷുഡ് നോട്ട് ഹാവ് എനി ബ്രേക്ക് ഇൻ ദ ഫോം ഓഫ് സ്വിച്ച് ഓർ ഫ്യൂസ് യൂണിറ്റ്. അപ്പോൾ ന്യൂട്രൽ വയറിൽ നമ്മൾ ഒരു സ്വിച്ചോ അല്ലെങ്കിൽ ഒരു ഫ്യൂസ് യൂണിറ്റോ ഒന്നും വെച്ചിട്ട് അവിടെ ഒരു ബ്രേക്കും വരാൻ പാടില്ല. In the main switch, the neutral conductor shall be marked clearly. മെയിൻ സ്വിച്ചിലാണെങ്കിൽ ന്യൂട്രൽ കണ്ടക്ടർ ഏതാണ് എന്ന് ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവണം. The main switch gear shall be located in a place where it is accessible and should be near to the terminating point of the service line. അപ്പോൾ നമ്മൾ മെയിൻ സ്വിച്ച് ഗിയർ നമ്മളായിട്ട് യൂസ് ചെയ്യുന്ന മെയിൻ സ്വിച്ച് ഗിയർ മെയിനായിട്ടും അതൊരു നമ്മുടെ എവിടെയാണ് സർവീസ് ലൈൻ ടെർമിനേറ്റ് ചെയ്യുന്നതിന് തൊട്ട് അടുത്തായിട്ട് തന്നെ നമുക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കണം മെയിൻ സ്വിച്ച് ഗിയർ എപ്പോഴും പ്രൊവൈഡ് ചെയ്യേണ്ടത്. ദെൻ മെയിൻ സ്വിച്ചസ് ആൻഡ് സ്വിച്ച് ബോർഡ്. ഇനി മെയിൻ സ്വിച്ചും അതുപോലെ സ്വിച്ച് ബോർഡും വരുവാണെങ്കിൽ അതിൻ്റെ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന്. റെഫറൻസ് ഇസ് BIS 732 1963 ആൻഡ് NE കോഡ്. സാധാരണ അതിന് റെഫറൻസ് ആയിട്ട് വെക്കാറുള്ളത് BISൻ്റെ ബ്യൂറോ ഓഫ് സ്റ്റാൻഡേർഡ്സ് 732 അതുപോലെ 1963 ഒന്നുകിൽ അത് റെഫറൻസ് ആയിട്ടും അതുപോലെ നാഷണൽ ഇലക്ട്രിസിറ്റി കോഡിനും റെഫറൻസ് ആയിട്ടാണ് സാധാരണ മെയിൻ സ്വിച്ചും സ്വിച്ച് ബോർഡുകളൊക്കെ വയർ ചെയ്യാറുള്ളതും സെലക്ട് ചെയ്യാറുള്ളതും. ഓൾ മെയിൻ സ്വിച്ചസ് ഷാൾ ബി ഐദർ ഓഫ്. ഏതൊരു മെയിൻ സ്വിച്ച് ആണെങ്കിലും അത് 2 ടൈപ്പിലാണ് വരാറുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യാം. ഒന്നുകിൽ മെറ്റൽ ക്ലാഡ് എൻക്ലോസ്ഡ് പാറ്റേൺ ആയിട്ടുള്ളത്, മെറ്റൽ ക്ലാഡ് എൻക്ലോസ്ഡ് പാറ്റേൺ, അതല്ലെങ്കിൽ ഇൻസുലേറ്റഡ് എൻക്ലോസ്ഡ് പാറ്റേൺ ആയിരിക്കും. ഏതായാലും ഇറ്റ് വിൽ ബി ഫിക്സ്ഡ് അറ്റ് ക്ലോസ് പ്രോക്സിമിറ്റി ടു ദ പോയിൻ്റ് ഓഫ് എൻട്രി ഓഫ് സപ്ലൈ. അപ്പോൾ സപ്ലൈ എൻ്റർ ചെയ്യുന്നതിന് ക്ലോസ് ആയിട്ട് വേണം ഏതായാലും നമ്മൾ വെക്കാനായിട്ട്. അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ സ്വിച്ച് ബോർഡ്സ് ഷോൾ നോട്ട് ബി ഇറക്റ്റഡ് എബവ് ഗ്യാസ് സ്റ്റവ്സ് ഓർ സിങ്സ് ഓർ വിത്തിൻ 2.5 മീറ്റർ ഓഫ് എനി വാഷിംഗ് യൂണിറ്റ്. ഇനി സ്വിച്ച് ബോർഡുകൾ ഒരിക്കലും നമ്മൾ ഗ്യാസ് സ്റ്റൗ അതുപോലെ സിങ്ക് അതിൻ്റെയൊക്കെ തൊട്ട് മേലെയായിട്ടോ അല്ലെങ്കിൽ അടുത്തായിട്ടോ അല്ലെങ്കിൽ 2.5 മീറ്റർ ഓഫ് എനി വാഷിംഗ് യൂണിറ്റ്, നമ്മൾ ഏതൊരു വാഷിംഗ് യൂണിറ്റ് സിങ്ക് ആയാലും വാഷിംഗ് മെഷീൻ വെക്കുന്ന ഏരിയ ആയാലും ബാത്റൂമിലായാലും എവിടെ ആയാലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ 2.5 മീറ്ററിൻ്റെ ഉള്ളിലായിട്ടും നമ്മൾ ഒരിക്കലും വെക്കാൻ പാടില്ല സ്വിച്ച് ബോർഡ്. The outer casing shall be weatherproof if it is exposed to the atmospheric weather. അറ്റ്മോസ്ഫിയറിക് വെതറിന് ഒരുപാട് എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഏരിയ ആണെങ്കിൽ അതിൻ്റെ ഔട്ടർ കേസിങ് ഉപയോഗിക്കുന്നത് വെതർ പ്രൂഫ് ആയിട്ടുള്ള ഔട്ടർ കേസിങ് വേണം സ്വിച്ച് ബോർഡിന് ഉപയോഗിക്കാനായിട്ട്. ആൻഡ് ഇറ്റ് ഷാൾ ബി പ്രൊവൈഡഡ് വിത്ത് ഗ്ലാൻസ് ഓർ ബുഷിംഗ് റിസീവിങ് ദ സ്ക്രൂഡ് കോൺഡ്യൂട്ട്സ്. അപ്പോൾ ഈ സ്വിച്ച് ബോർഡ് സ്ക്രൂഡ് കോൺഡ്യൂട്ട്സിനെ റിസീവ് ചെയ്യുന്ന ഭാഗത്ത് എപ്പോഴും എന്ത് ചെയ്യണം, ഗ്ലാൻസോ അല്ലെങ്കിൽ ബുഷിങ്സോ ഉപയോഗിക്കേണ്ടതാണ്. Metal clad switch gears shall preferably be mounted on any of the following type of boards.
മെറ്റൽ ക്ലാഡ് സ്വിച്ച് ഗിയേഴ്സിനെ പറ്റി നേരത്തെ പറഞ്ഞു. മെറ്റൽ ക്ലാഡ് സ്വിച്ച് ഗിയേഴ്സ് നമുക്ക് ഉപയോഗിക്കാം. ഈ മെറ്റൽ ക്ലാഡ് സ്വിച്ച് ഗിയേഴ്സ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് മൗണ്ട് ചെയ്യേണ്ട താഴെ പറയുന്ന 3 ടൈപ്പ് ബോർഡുകളാണ് പറഞ്ഞിട്ടുള്ളത്. അതിലേതിൽ വേണമെങ്കിലും നമുക്ക് മൗണ്ട് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് വൺ പറയുകയാണെങ്കിൽ ഹിഞ്ച് ടൈപ്പ് മെറ്റൽ ബോർഡ്. ഹിഞ്ച് ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ തുറക്കാൻ പറ്റുന്നത്, ഒരു ആംഗിൾ നമുക്ക് തുറക്കാൻ പറ്റുന്നതായിട്ട് ഒരു സൈഡോ അല്ലെങ്കിൽ 2 സൈഡോ ഹിഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം ഹിഞ്ച് ടൈപ്പ് മെറ്റൽ ബോർഡുകളാണെങ്കിൽ suitable for switchboards for mounting metal clad switch gears. അപ്പോൾ ഹിഞ്ച്ഡ് ടൈപ്പ് മെറ്റൽ ബോർഡുകളാണെങ്കിൽ അവിടെ എപ്പോഴും എങ്ങനെയാണ് മെറ്റൽ ക്ലാഡ് സ്വിച്ച് ഗിയേഴ്സ്, സ്മോൾ സ്വിച്ച് ബോർഡ്സ്, suitable for the small switch boards for mounting metal clad switch gears connected to supply at the low voltage. ലോ വോൾട്ടേജിന് സപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള സ്മോൾ സ്വിച്ച് ബോർഡ്സ് ഫോർ മൗണ്ടിങ് ദ മെറ്റൽ ക്ലാഡ് സ്വിച്ച് ഗിയേഴ്സ് മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹിഞ്ച്ഡ് ടൈപ്പ് മെറ്റൽ ബോർഡുകൾ ഉപയോഗിക്കാറുള്ളത് ലോ വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്ന കേസിൽ. ഫിക്സഡ് ടൈപ്പ് മെറ്റൽ ബോർഡ് ഇനി ഫിക്സഡ് ആണ്, നമുക്ക് ഹിഞ്ച്ഡ് അല്ല ഫിക്സഡ് ആണ്, തുറക്കാൻ പറ്റാത്ത രീതിയിലാണെങ്കിൽ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ലാർജ് സ്വിച്ച് ബോർഡ്. അത് വലിയ സ്വിച്ച് ബോർഡുകൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. ഫോർ മൗണ്ടിങ് ലാർജ് നമ്പർ ഓഫ് സ്വിച്ച് ഗിയേഴ്സ്, ഒരുപാട് സ്വിച്ച് ഗിയേഴ്സ് മൗണ്ട് ചെയ്യേണ്ട ലാർജ് സ്വിച്ച് ബോർഡ്. നേരത്തെ പറഞ്ഞത് കുറച്ച് മൗണ്ടിങ് ദ മെറ്റൽ ക്ലാഡ് സ്വിച്ച് ഗിയേഴ്സ് മൗണ്ട് ചെയ്യേണ്ട ചെറിയ സ്വിച്ച് ബോർഡുകൾക്കാണ് നമ്മൾ ഹിഞ്ച്ഡ് ടൈപ്പ് ഉപയോഗിക്കുന്നത്. എങ്കിൽ ഫിക്സഡ് ടൈപ്പ് മെറ്റൽ ബോർഡുകൾ ഉപയോഗിക്കുന്നത് ലാർജ് സ്വിച്ച് ബോർഡുകൾ വെക്കാനുള്ള ലാർജ് സ്വിച്ച് ബോർഡുകൾ, അതായത് ലാർജ് നമ്പർ ഓഫ് സ്വിച്ച് ഗിയേഴ്സ് മൗണ്ട് ചെയ്യാനുള്ള ലാർജ് സ്വിച്ച് ബോർഡുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഫോർ ഹൈ കപ്പാസിറ്റി മെറ്റൽ ക്ലാഡ് സ്വിച്ച് ഗിയർ അല്ലെങ്കിൽ ഹയർ കപ്പാസിറ്റി വരുന്ന മെറ്റൽ ക്ലാഡ് സ്വിച്ച് ഗിയറിൽ നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. ദെൻ ടീക്വുഡ് ബോർഡ്സ്, ഈ മരത്തിൻ്റെ ബോർഡുകളാണെങ്കിലോ ഫോർ സ്മോൾ ഇൻസ്റ്റലേഷൻസ് കണക്റ്റഡ് ടു എ സിംഗിൾ ഫേസ് 240 വോൾട്ട് സപ്ലൈ, ടീക്വുഡ് ബോർഡ്സ് മേ ബി യൂസ്ഡ് ആസ് എ മെയിൻ ബോർഡ് ഓർ സബ് ബോർഡ്. നമ്മൾ 240 വോൾട്ട് സപ്ലൈയിലേക്കൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ചെറിയ ഇൻസ്റ്റലേഷൻസ് ഒക്കെ, സിംഗിൾ ഫേസിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ചെറിയ ഇൻസ്റ്റലേഷൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മെയിൻ ബോർഡുകളായിട്ടോ അല്ലെങ്കിൽ സബ് ബോർഡുകളായിട്ട് ടീക്വുഡിൻ്റെ ബോർഡുകൾ ഉപയോഗിക്കാവുന്നതാണ്. ദ സ്വിച്ച് ബോർഡ്സ് ഷാൾ ബി റിസസ്ഡ് ഇൻ ദ വാൾ. ഇനി എന്താ പറയുന്നത്, സ്വിച്ച് ബോർഡുകൾ എപ്പോഴും വാളിൻ്റെ അകത്ത്, റിസസ്ഡ് എന്ന് പറയുമ്പോൾ വാളിൻ്റെ അകത്തേക്കായിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കാതെ വാളിൻ്റെ അകത്ത് റിസസ്ഡ് ആയിട്ടിരിക്കുന്ന ടൈപ്പ് വേണം വെക്കാനായിട്ട്. ആൻഡ് ദ ഫ്രണ്ട് ഷാൾ ബി ഫിറ്റഡ് വിത്ത് എ ഹിഞ്ച്ഡ് പാനൽ ഓഫ് സ്യൂട്ടബിൾ മെറ്റീരിയൽസ് വിത്ത് ലോക്കിംഗ് അറേഞ്ച്മെൻറ്റ്. അതിൻ്റെ ഫ്രണ്ട് പാനൽ എപ്പോഴും ഹിഞ്ച്ഡ് പാനൽ ടൈപ്പ് ആയിരിക്കും. അതിനകത്ത് സൂട്ടബിൾ മെറ്റീരിയൽ കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഹിഞ്ച്ഡ് പാനൽ ഏത് സൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ, ബാക്ക് ലൈറ്റോ ഗ്ലാസോ അങ്ങനെ ഏതെങ്കിലും ഇലക്ട്രിസിറ്റി പുറത്തേക്ക് കിടക്കാത്ത ടൈപ്പായിട്ടുള്ള ഹിഞ്ച്ഡ് പാനലായിട്ടുള്ള ബോർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണ അതിൻ്റെ ഫ്രണ്ട് ചെയ്യാറുള്ളത്. അതിന് വിത്ത് ലോക്കിംഗ് അറേഞ്ച്മെൻറ്റ്, അതിന് ലോക്കിംഗ് അറേഞ്ച്മെൻറ്റും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നമുക്കറിയാം നമ്മുടെ വീട്ടിൻ്റെ അകത്തെ DBക്കകത്ത് നമ്മുടെ സർക്യൂട്ട് ബ്രേക്കറൊക്കെ വെച്ചിട്ടുള്ള ബോക്സ് നമ്മളെങ്ങനെയാണ് ചെയ്യാറ്, അത് നമുക്ക് ലോക്കിംഗ് അറേഞ്ച്മെൻറ്റ് ഉണ്ടാവും അതിനകത്ത്. അതുപോലെ ഹിഞ്ച്ഡ് ആയിട്ടുള്ള പാനലായിരിക്കും അതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്കതിങ്ങനെ തുറന്നിട്ട് ഉള്ളിൽ നമുക്ക് ചെക്ക് ചെയ്യാവുന്ന രീതിയിലായിരിക്കും അത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ദ അതർ സർഫസ് ഓഫ് ദ ഡോഴ്സ് ബീയിങ് ഫ്ലഷ്ഡ് വിത്ത് ദ വാൾസ്. അപ്പം ഒരു തുറക്കാൻ പറ്റുന്ന ഈ ഹിഞ്ച്ഡ് പാനൽ മാത്രമേ പുറത്തേക്ക് നമുക്ക് ആക്സസിബിൾ ആയിട്ടുണ്ടാവുള്ളൂ. ബാക്കി എല്ലാ സൈഡും, ബാക്കി എല്ലാ ഭാഗങ്ങളും അതിൻ്റെ എല്ലാ സർഫസും വാളിൻ്റെ അകത്ത് ഫ്ലഷ് മൗണ്ടഡ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. വാളിൻ്റെ അകത്തേക്കായിരിക്കും നിൽക്കുന്നുണ്ടാവുക, ഒന്നും പുറത്തേക്ക് ഉണ്ടാവില്ല. Equipment on the front of a switchboard shall be so arranged that to avoid the personal contact with the live parts in during the manipulation of the switches and changes of the fuses etc. അപ്പോൾ ഈ സ്വിച്ച് ബോർഡിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, സ്വിച്ച് ബോർഡിൻ്റെ ഫ്രണ്ടിലായിട്ട് വെച്ചിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് എപ്പോഴും എങ്ങനെയായിരിക്കും അതെല്ലാം അറേഞ്ച് ചെയ്യേണ്ടത്. നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, സ്വിച്ചിൻ്റെ മാനിപ്പുലേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിലും ഫ്യൂസ് ചേഞ്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരാളത് തുറന്ന് നോക്കിയിട്ട് അതിനകത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ അയാളുടെ ദേഹത്തേക്ക് ലൈവ് പാർട്സുകൾ, ഫേസ് വയറുകൾ, ലൈവ് പാർട്ടുകൾ ഒരിക്കലും അതിൻ്റെ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള പാർട്ടുകൾ അയാളുടെ ദേഹത്ത് തട്ടാത്ത രീതിയിലായിരിക്കണം അതെല്ലാം അറേഞ്ച് ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഷോക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതിൻ്റെ ഫ്രണ്ട് ഭാഗം അയാൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അയാൾക്ക് ലൈവ് പാർട്ടുകൾ ആക്സസിബിൾ ആവാത്ത രീതിയിലായിരിക്കണം വെക്കേണ്ടത്. നോ അപ്പാരറ്റസ് ഷാൾ പ്രൊജക്റ്റ് ബിയോണ്ട് എനി എഡ്ജ് ഓഫ് ദ പാനൽ. പാനലിൻ്റെ ഒരു എഡ്ജിൽ നിന്നും ഒരു അപ്പാരറ്റസും പുറത്തേക്ക് തള്ളി നിൽക്കാൻ പാടില്ല. അതെല്ലാം പാനലിൻ്റെ എഡ്ജിൻ്റെ അകത്ത് തന്നെ ആയിട്ട് വേണം വരാനായിട്ട്. Where a board has more than one switch, each such switch shall be marked to indicate which section of the installation is controls. ഇപ്പോൾ ഒരു ബോർഡിൻ്റെ അകത്ത് ഒന്നിൽ കൂടുതൽ സ്വിച്ചുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഓരോ സ്വിച്ച് നമുക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, വർക്ക് ചെയ്യുമ്പം ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏതൊക്കെ സ്വിച്ചുകൾ ഏതൊക്കെ ഭാഗത്തേക്ക് ഏതൊക്കെ ഇൻസ്റ്റലേഷനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് എന്ന് പ്രത്യേകമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് മെയിൻ ആൻഡ് ബ്രാഞ്ച് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. മെയിൻ ബോർഡും അതുപോലെ ബ്രാഞ്ച് ഡിസ്ട്രിബ്യൂഷൻ ബോർഡുകളും.
ദ മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ഷാൾ ബി പ്രൊവൈഡഡ് വിത്ത്. നമ്മൾ മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ആണെന്നുണ്ടെങ്കിൽ അതിലെന്ത് വേണം? എ സ്വിച്ച് ഓർ സർക്യൂട്ട് ബ്രേക്കർ ഓൺ ഈച്ച് പോൾ ഓഫ് ദ ഈച്ച് സർക്യൂട്ട്. ഓരോ സർക്യൂട്ടിൻ്റെയും ഓരോ പോളിലും ഓരോ സ്വിച്ചോ അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് ബ്രേക്കറോ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ഫ്യൂസ് ഓൺ ദ ഫേസ് ഓർ ലൈവ് കണ്ടക്ടർ. എല്ലാ ലൈവ് കണ്ടക്ടറിലും ഒരു ഫ്യൂസ് അല്ലെങ്കിൽ ഒരു ഫേസ് ഫ്യൂസ് ഓൺ ദ ഫേസ്. എല്ലാ ഫേസ് അല്ലെങ്കിൽ ലൈവ് കണ്ടക്ടറിൻ്റെ മേലെയും ഒരു ഫ്യൂസും പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. എ ലിങ്ക് ഓൺ ദ ന്യൂട്രൽ ഓർ എർത്ത് കണ്ടക്ടർ ഓഫ് ഈച്ച് സർക്യൂട്ട്. എർത്ത് കണ്ടക്ടറിലോ അല്ലെങ്കിൽ ന്യൂട്രലിൻ്റെ മേലെയോ എപ്പോഴും എന്ത് വേണം? ഓരോ സർക്യൂട്ടിൻ്റെയും എർത്ത് ചെയ്ത കണ്ടക്ടറിലും അല്ലെങ്കിൽ ന്യൂട്രലിലും എന്ത് വേണം? ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. ദി സ്വിച്ചസ് ഷോൾ ഓൾവേസ് ബി ലിങ്ക്ഡ്. എല്ലാ സ്വിച്ചസും എന്ത് ചെയ്യുന്നുണ്ടാവും? ലിങ്ക് ചെയ്തിട്ടുണ്ടാവണം. ബ്രാഞ്ച് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്സ് ഷാൾ ബി പ്രൊവൈഡഡ് വിത്ത്. ഇനി ബ്രാഞ്ച് ഡിസ്ട്രിബ്യൂഷൻ ബോർഡുകളാണെങ്കിൽ എ ഫ്യൂസ് ഓൺ ദ ലൈവ് കണ്ടക്ടർ ഓഫ് ഈച്ച് സർക്യൂട്ട്. എല്ലാ സർക്യൂട്ടിൻ്റെ ലൈവ് കണ്ടക്ടറിൻ്റെ മേലെ എന്ത് വേണം? ഒരു ഫ്യൂസ് പ്രൊവൈഡ് ചെയ്യണം. ദ എർത്തഡ് ന്യൂട്രൽ കണ്ടക്ടർ ഷാൾ ബി കണക്റ്റഡ് ടു എ കോമൺ ലിങ്ക്. എർത്ത് ന്യൂട്രൽ കണ്ടക്ടർ എല്ലാം കൂടെ എന്ത് ചെയ്യണം? ഒരു കോമൺ ലിങ്കിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവണം. വൺ സ്പെയർ സർക്യൂട്ട് ഓഫ് ദ സെയിം കപ്പാസിറ്റി ഷാൾ ബി പ്രൊവൈഡഡ് ഓൺ ഈച്ച് ബ്രാഞ്ച് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. എല്ലാ ബ്രാഞ്ച് ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലും സെയിം കപ്പാസിറ്റിയുള്ള ഒരു സ്പെയർ സർക്യൂട്ട് കൂടി പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ഭാവിയിൽ എന്തെങ്കിലും നമുക്ക് ഫ്യൂച്ചർ എക്സ്റ്റൻഷൻ ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സ്പെയർ ആയിട്ട് നമ്മളൊരു സർക്യൂട്ട് വയ്ക്കാറുള്ളത്. ഇൻസ്റ്റലേഷൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. ഇനി ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ദ ഡിസ്ട്രിബ്യൂഷൻ ഫ്യൂസ് ബോർഡ്സ് ഷാൾ ബി ലൊക്കേറ്റഡ് ആസ് നിയർ ആസ് പോസിബിൾ ടു ദ സെൻറ്റർ ഓഫ് ദ ലോഡ് ദേ ആർ ഇൻറ്റൻഡഡ് ടു കൺട്രോൾ. അപ്പോൾ കൺട്രോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലോഡിൻ്റെ സെൻറ്ററിലേക്ക് അടുത്തായിട്ട്, സെൻറ്റർ ഓഫ് ദ ലോഡ് ദേ ആർ ഇൻറ്റൻഡഡ് ടു കൺട്രോൾ. അപ്പോൾ കൺട്രോൾ ചെയ്യേണ്ട എല്ലാ ലോഡുകളുടെയും പരമാവധി അതിൻ്റെ സെൻറ്ററിലേക്ക് അടുത്തായിട്ട് വേണം നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷൻ ഫ്യൂസ് ബോർഡുകൾ ഉപയോഗിക്കാനായിട്ടും. അതെന്തിനാണെന്ന് വെച്ചാൽ വയറിൻ്റെ ലെങ്ത്ത് കുറയ്ക്കാനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാ സ്വിച്ച് ബോർഡിലേക്കും പോകുന്ന കണക്ഷൻസൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിനകത്ത് പോകുമ്പോൾ പരമാവധി അത് ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ നിന്നും എല്ലാം ഒരുപോലെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൻ്റെ ലൊക്കേഷൻ സെലക്ട് ചെയ്യേണ്ടത്. ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്സ് ഷാൾ ബി ഫിക്സ്ഡ് അറ്റ് എ ഹൈറ്റ് നോട്ട് മോർ ദാൻ 2 meters ഫ്രം ദ ഫ്ലോർ ലെവൽ. ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഫ്ലോർ ലെവലിൽ നിന്ന് 2 മീറ്ററിനേക്കാളും ഉയരത്തിലേക്ക് ഒരിക്കലും വെക്കാൻ പാടില്ല. ആൻഡ് ദീസ് ഷാൾ ബി ഫിക്സ്ഡ് ഓൺ സ്യൂട്ടബിൾ ലൊക്കേഷൻസ് ടു ബി ആക്സസിബിൾ ഫോർ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഫ്യൂസസ്. അപ്പോൾ ഫ്യൂസ് റീപ്ലേസ് ചെയ്യാനുള്ള ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലത്ത് വേണം അത് വെക്കാനായിട്ട്. And these shall be of either metal clad type or all insulated type. ഒന്നുകിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് എന്ന് പറയുന്നത് മെറ്റൽ ക്ലാഡ് ടൈപ്പ് ആയിരിക്കണം, അല്ലെങ്കിൽ ഓൾ ഇൻസുലേറ്റഡ് ടൈപ്പ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇഫ് ഇറ്റ് ഈസ് എക്സ്പോസ്ഡ് ടു വെദർ ഓർ ഡാംപ് കണ്ടീഷൻ, വെദർ കണ്ടീഷനിലേക്കോ അല്ലെങ്കിൽ ഡാം കണ്ടീഷനിലേക്കോ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഡാം എന്ന് പറയുമ്പോൾ നനവുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഉപയോഗിക്കണതെന്നുണ്ടെങ്കിലും വെതർ പ്രൂഫ് ആയിട്ടുള്ള ടൈപ്പ് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. മെറ്റൽ ക്ലാഡ് ടൈപ്പിൽ തന്നെ വെതർ പ്രൂഫ് ടൈപ്പ് വരുന്നുണ്ട്. ദെൻ ഇഫ് ഇറ്റ് ഈസ് എക്സ്പോസ്ഡ് ടു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഡസ്റ്റ്, വേപ്പർ, അതുപോലെ ഗ്യാസ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും ഫ്ലെയിം പ്രൂഫ് ടൈപ്പ്, അപ്പോൾ തീ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്ലെയിം പ്രൂഫ് ടൈപ്പ് വേണം അവിടെയെല്ലാം ഉപയോഗിക്കാനായിട്ട്. ഇഫ് യൂസിങ് 2 or more distribution fuse boards, ദീസ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്സ് ഷാൾ ബി. നമ്മൾ ഒന്നിൽ കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ ഫ്യൂസ് ബോർഡുകൾ ഒരു വീടിൻ്റെ അകത്ത് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഫിക്സഡ് നോട്ട് ലെസ് ദാൻ 2 meter അപ്പാർട്ട്. അപ്പോൾ അത് രണ്ട് ഫ്യൂസ് ബോർഡുകൾ നമ്മളൊരു വീടിൻ്റെ അകത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 meter ഒരിക്കലും കുറയാൻ പാടില്ല. അപ്പോൾ 2 meter അകലം പാലിച്ചിട്ട് വേണം 2 ഡിസ്ട്രിബ്യൂഷൻ ബോർഡുകൾ ഉണ്ടെങ്കിൽ അത് രണ്ടും ഫിക്സ് ചെയ്യാനായിട്ട്. അറേഞ്ച്ഡ് സോ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഓപ്പൺ 2 at a time. രണ്ടും ഒരേ ടൈം ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വേണം അതിനെ അറേഞ്ച് ചെയ്യാനായിട്ട്. ദേ ആർ ഇൻ്റർലോക്ക്ഡ് ആയിട്ട് രണ്ടിനെയും ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വേണം വെക്കാനായിട്ട്. ആൻഡ് ദാറ്റ് ദ മെറ്റൽ കേസ് ഈസ് മാർക്ക്ഡ് ഡേഞ്ചർ ഫോർ 15 volt ഓർ ഇൻസ്റ്റാൾഡ് ഇൻ എ റൂം ഓർ എൻക്ലോഷർ ആക്സസിബിൾ ടു ഓൺലി അതറൈസ്ഡ് പേഴ്സൺസ്. അപ്പോൾ എല്ലാവർക്കും തൊടാൻ പറ്റുന്ന രീതിയിലാണ് ഇത് വെക്കുന്നത് എങ്കിൽ മെറ്റൽ കേസിൻ്റെ മേലെ ഡേഞ്ചർ എന്ന് മാർക്ക് ചെയ്ത് വെക്കണം.
അത് ഡേഞ്ചറാണ്, 415 വോൾട്ടാണ്, എത്ര വോൾട്ടാണോ അത് വരുന്നത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് വെക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ട് ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു റൂമിൻ്റെ അകത്ത് വേണം നമ്മളിതിനെ വെക്കാനായിട്ട്. എൻക്ലോസ്ഡ് ആയിട്ടുള്ള റൂമിൻ്റെ അകത്ത് എല്ലാവർക്കും പ്രവേശിക്കാൻ വയ്യ. അത് അതിന് അവിടെ കയറാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് മാത്രം കയറി ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്ത് എൻക്ലോസ്ഡ് ആയിട്ട് വേണം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ഓൾ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്സ് ഷാൾ ബി മാർക്ക്ഡ് വിത്ത്, എല്ലാ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൻ്റെയും മേലെ എന്ത് മാർക്ക് ചെയ്തിട്ടുണ്ടാവണം? ലൈറ്റിംഗ് ഓർ പവർ സബ് സർക്യൂട്ട്, ലൈറ്റിംഗ് ആണോ പവർ സബ് സർക്യൂട്ട് ആണോ അതിൽ നിന്ന് പോകുന്നത് എന്ന് സ്പെസിഫൈ ചെയ്യണം. ആൻഡ് വോൾട്ടേജ് ആൻഡ് നമ്പർ ഓഫ് ഫേസസ് ഓഫ് ദ സപ്ലൈ, എത്ര വോൾട്ടേജ് ആണ് വരുന്നത്? ഇപ്പോൾ 415 വോൾട്ട് ആണെങ്കിൽ 415 വോൾട്ട് ആണ്. നമ്പർ ഓഫ് ഫേസ് 3 ഫേസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ 240 വോൾട്ട് ആണ്, സിംഗിൾ ഫേസ് ആണ് വരുന്നത് എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ആൻഡ് ദ സർക്യൂട്ട് ലിസ്റ്റ് ഗിവിംഗ് ഡീറ്റെയിൽസ് ഓഫ് ഈച്ച് സർക്യൂട്ട് വിത്ത് കൺട്രോൾസ്, ഓരോ സർക്യൂട്ടിൻ്റെയും ഡീറ്റെയിൽസ്, അതിൻ്റെ കൺട്രോൾ, ഏതൊക്കെ കൺട്രോളാണ് ഉപയോഗിക്കണം എന്നുള്ളതല്ല, ഓരോ സർക്യൂട്ടിൻ്റെ ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ കറണ്ട് റേറ്റിംഗ് അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരിക്കണം. സൈസ് ഓഫ് ദ ഫ്യൂസ് എലമെൻറ്റിൻ്റെ സൈസ് ഏതാണെന്നും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. A fuse carrier shall not be fitted with a fuse element of higher rating than that of which is the carrier is designed. അപ്പോൾ ഒരു ഫ്യൂസ് കരിയർ എപ്പോഴും ഉപയോഗിക്കുന്ന സമയത്ത്, ഒരു ഫ്യൂസ് കരിയറിനകത്ത് നമ്മൾ ഫ്യൂസ് എലമെൻറ്റ് അല്ലെങ്കിൽ ഫ്യൂസ് വയർ നമ്മൾ കിട്ടുന്ന സമയത്ത് ഒരിക്കലും ആ ഫ്യൂസ് വയറിന് ഒരു റേറ്റിംഗ് അല്ല, ഫ്യൂസ് കരിയറിന് എപ്പോഴും ഒരു റേറ്റിംഗ് ഉണ്ടായിരിക്കും. അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതാത് കരിയറുകൾ ഓരോ റേറ്റിംഗ് ഇന്ന കപ്പാസിറ്റിക്കായിരിക്കും, കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും ഓരോ കരിയറും ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതാത് കരിയറിൽ അതിന് താങ്ങാവുന്നവരും അതിൻ്റെ റേറ്റിങ്ങിനേക്കാളും കൂടിയ ഫ്യൂസ് എലമെൻറ്റ് ഒരിക്കലും ഓരോ ഫ്യൂസ് കരിയറിൻ്റെ അകത്തും ഫിറ്റ് ചെയ്യാൻ പാടില്ല. The current rating of a fuse shall not exceed the current rating of the smallest cable in the circuit protected by the fuse. നമ്മളിപ്പോൾ ഒരു ഫ്യൂസ് ഉപയോഗിച്ച് ഒരു മൊത്തം സർക്യൂട്ടിനെ ഒരു ഫ്യൂസ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ സർക്യൂട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂസ് എന്ന് പറയുന്നത് ആ സർക്യൂട്ടിൽ നിന്നും ഒരുപാട് വയറുകൾ, ഒരുപാട് കണക്ഷൻസ് പോകുന്നുണ്ടായിരിക്കും പുറത്തേക്ക്, ഒരുപാട് കേബിൾസ് പോകുന്നുണ്ട്. പല റേറ്റിങ്ങിലുള്ള എക്യുപ്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും പല റേറ്റിങ്ങിലുള്ള കേബിൾസ്, നമ്മളിപ്പോൾ ലൈറ്റിംഗ് സർക്യൂട്ടുകളെ കൺട്രോൾ ചെയ്യാനുള്ള വയറിൻ്റെ തിക്നെസ് മതിയാവില്ല നമുക്ക് പവർ സർക്യൂട്ടുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ട് പവർ സബ് സർക്യൂട്ടായിട്ടും അതുപോലെ ലൈറ്റിംഗ് സബ് സർക്യൂട്ടായിട്ടും രണ്ടായിട്ട് തന്നെ ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇതിനെല്ലാത്തിനെയും കൂടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരൊറ്റ ഫ്യൂസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ദ കറണ്ട് റേറ്റിംഗ് ഓഫ് ദ ഫ്യൂസ് ഷാൾ നോട്ട് എക്സീഡ് ദ കറണ്ട് റേറ്റിംഗ് ഓഫ് ദ സ്മോളസ്റ്റ് കേബിൾ. അപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഉപയോഗിക്കേണ്ട ഫ്യൂസിൻ്റെ സ്പെസിഫിക്കേഷൻ എങ്ങനെയായിരിക്കണം? അതിൽ നിന്നും ആ ഫ്യൂസ് കൺട്രോൾ ചെയ്യുന്ന കേബിൾസ് കുറേ ഉണ്ടാവും, ആ ഫ്യൂസ് കൺട്രോൾ ചെയ്യുന്ന കുറേ കേബിൾസ് ഉണ്ടാവും. അതിൽ ഏറ്റവും സ്മോളസ്റ്റ് കേബിളിൻ്റെ കറണ്ട് റേറ്റിംഗ് എന്താണോ അതിനേക്കാളും കറണ്ട് റേറ്റിംഗ് ഒരിക്കലും ഫ്യൂസിന് കൂടാൻ പാടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 32 ആംബിയറിൻ്റെ കപ്പാസിറ്റിയുള്ള ഒരു കേബിൾ പോകുന്നുണ്ട്, 5 ആംബിയറിൻ്റെ കപ്പാസിറ്റിയുള്ള ഒരു കേബിളും പോകുന്നുണ്ട്, അല്ലെങ്കിൽ 10 ആംബിയറിൻ്റെ കപ്പാസിറ്റിയുള്ള ഒരു കേബിളും പോകുന്നുണ്ട്. 10 ആംബിയറിൽ കൂടുതൽ കറണ്ട് റേറ്റിംഗ് ഉള്ള ഫ്യൂസാണ് നമ്മൾ ഇതിൻ്റെ മുന്നേ ആയിട്ട് ഉപയോഗിക്കുന്നത്. രണ്ടിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫ്യൂസിന് 10 ആംബിയറിൻ്റെ കൂടുതലുള്ള ഫ്യൂസാണ്, 32 ആംബിയറിൻ്റെ ഫ്യൂസാണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 40 ആംബിയറിൻ്റെ ഫ്യൂസൊക്കെ ആണെങ്കിൽ ആ 32 ആംബിയറിൻ്റെ കേബിളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ ഫ്യൂസിന് സാധിക്കും. പക്ഷേ ഈ 10 ആംബിയറിൻ്റെ കേബിളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഫ്യൂസിന് സാധിക്കില്ല. കാരണം 10 ആംബിയറിൻ്റെ മേലെ ആ കേബിളിന് താങ്ങാവുന്നതിലും എക്സീഡിങ് ആയിട്ട് കറണ്ട് വന്നു കഴിഞ്ഞാൽ ഫ്യൂസ് ബ്ലോൺ ഔട്ട് ആവില്ല. സോ ആ കേബിളിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള എക്യുപ്മെൻറ്റ്സിലെല്ലാം ഓവർ കറണ്ട് വരാനും എക്യുപ്മെൻറ്റ്സ് ഡാമേജ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഫ്യൂസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ഫ്യൂസിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ കേബിൾസും എടുത്തിട്ട് അതിനകത്ത് ഏറ്റവും സ്മോളസ്റ്റ് റേറ്റിംഗ് ഉള്ള കേബിൾ ഏതാണോ ആ കേബിളിൻ്റെ റേറ്റിങ്ങിനേക്കാളും കൂടുതൽ ഒരിക്കലും ഈ ഫ്യൂസിൻ്റെ റേറ്റിംഗ് വരാൻ പാടില്ല. ദെൻ സെലക്ഷൻ ഓഫ് ദ സൈസ് ഓഫ് ദ കണ്ടക്ടറിൻ്റെ സൈസ് എങ്ങനെയാണ് സെലക്ട് ചെയ്യണമെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ സർക്യൂട്ടിൽ ഒരിക്കലും അതിൻ്റെ നമ്മുടെ സപ്ലൈ കൊടുക്കുന്ന ഭാഗത്തും അതുപോലെ ഇൻസ്റ്റലേഷൻ്റെ എൻഡിങ്ങിലും ഓരോ ഇൻസ്റ്റലേഷൻ്റെ പോയിൻറ്റും നമ്മുടെ സ്റ്റാർട്ടിങ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നതിൻ്റെ പോയിൻറ്റ് കൺസ്യൂമറിൻ്റെ ടെർമിനലിൻ്റെയും അറ്റത്ത് അതിനിടയ്ക്കുള്ള വോൾട്ടേജ് ഡ്രോപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും എത്ര പാടില്ല? 3% ഓഫ് ദ സപ്ലൈ വോൾട്ടേജിനേക്കാളും കൂടാൻ പാടില്ല. In each circuit or sub-circuit, the fuse shall be selected to match the cable rating to ensure the desired protection.
അപ്പോൾ ഡിസൈഡ് ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫ്യൂസ് എപ്പോഴും എങ്ങനെ ആയിരിക്കണം, ഓരോ സബ് സർക്യൂട്ടിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫ്യൂസ് എന്ന് പറയുന്നത് അതിൻ്റെ കേബിൾ റേറ്റിങ്ങിന് മാച്ച്ഡ് ആയിട്ടുള്ള ഫ്യൂസ് ആയിരിക്കണം എപ്പോഴും യൂസ് ചെയ്യാൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10 ആമ്പിയർ കടത്തിവിടാൻ കഴിവുള്ള ഒരു കേബിൾ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളൊരു ഫ്യൂസ് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. 10 ആമ്പിയറിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ആ കേബിളിനെയും കേബിളിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള എക്യുപ്മെൻറ്റ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 ആമ്പിയറിൽ അപ്പുറം കടന്നു കഴിഞ്ഞാൽ ആ ഫ്യൂസ് ബ്ലോൺ ഔട്ടായി പോകണം. അപ്പോൾ ആ രീതിയിലുള്ള ഫ്യൂസ് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഓൾ കണ്ടക്ടേഴ്സ് ഷാൾ ബി ഓഫ് കോപ്പർ ഓർ അലുമിനിയം. ഒന്നുകിൽ കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം ഉപയോഗിച്ചിട്ടുള്ള കണ്ടക്ടേഴ്സ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി ഫോർ ദ ഫൈനൽ സബ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഫാൻ, ലൈറ്റ്, വയറിങ്ങിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫൈനൽ സബ് സർക്യൂട്ടുകളാണ് എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സ്വിച്ച് ബോർഡിൽ നിന്ന് പോകുന്ന കണക്ഷൻസിനൊക്കെ കോപ്പർ ആണെങ്കിൽ 1 mm² കുറയാത്ത വയറും അലുമിനിയം ആണെങ്കിൽ 1.5 mm² ക്രോസ് സെക്ഷൻ ഏരിയയിൽ കുറയാത്ത വയറും ഉപയോഗിക്കാം. ഇനി പവർ വയറിങ്ങിൻ്റെ കേസിലാണെങ്കിൽ കോപ്പർ ആണെങ്കിൽ 2.5 mm² കുറയാൻ പാടില്ല, അലുമിനിയം ആണെങ്കിൽ 4 mm² കുറയാൻ പാടില്ല. ദ മിനിമം ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് കണ്ടക്ടേഴ്സ് ഓഫ് ഫ്ലെക്സിബിൾ കോഡ് ഉപയോഗിച്ചിട്ടുള്ള കണ്ടക്ടേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 0.5 mm² ആണ് മിനിമം വാല്യൂ. 0.5 mm² ഏരിയനേക്കാളും ക്രോസ് സെക്ഷണൽ ഏരിയ കുറയാൻ പാടില്ല. നെക്സ്റ്റ് ബ്രാഞ്ച് സ്വിച്ചസ്. ദ ബ്രാഞ്ച് സ്വിച്ചസ് ഷാൾ ബി പ്ലേസ്ഡ് ഇൻ ദ ഔട്ടർ ഓർ ലൈവ് കണ്ടക്ടർ ഓഫ് ദ സർക്യൂട്ട്. ഓരോ ബ്രാഞ്ചിൻ്റെ സ്വിച്ചസ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക, ഒന്നുകിൽ ഔട്ടറിൽ അല്ലെങ്കിൽ ലൈവ് കണ്ടക്ടർ ഓഫ് ദ സർക്യൂട്ടിൻ്റെ ലൈവ് കണ്ടക്ടറിലാണ് നമ്മളെപ്പോഴും ഫ്യൂസ് വയറിലാണ് അതിൻ്റെ ഫേസ് കണ്ടക്ടറിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുള്ളത്, ബ്രാഞ്ച് സ്വിച്ചസ് ഉപയോഗിക്കാറുള്ളത്. നോ സിംഗിൾ ഫേസ് സ്വിച്ച് ഓർ ഫ്യൂസ് ഷാൾ ബി ഇൻസേർട്ടഡ് ഇൻ ദ മിഡിൽ വയർ അല്ലെങ്കിൽ എർത്ത് വയർ അല്ലെങ്കിൽ എർത്ത് ന്യൂട്രൽ കണ്ടക്ടറിൽ മിഡിൽ വയറോ എർത്ത് ന്യൂട്രൽ കണ്ടക്ടർ വയറിലോ ഒരിക്കലും സിംഗിൾ ഫേസിൻ്റെ സ്വിച്ചോ ഫ്യൂസോ നമ്മൾ ഒരിക്കലും കൊണ്ട് വെക്കാൻ പാടില്ല. സിംഗിൾ ഫേസ് സ്വിച്ചോ ഫ്യൂസോ എപ്പോഴും എവിടെ വെക്കേണ്ടത്, ലൈവ് വയറിൽ മാത്രമേ ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ. എർത്ത് കണ്ടക്ടറിലോ ന്യൂട്രൽ കണ്ടക്ടറിലോ ഒന്നും കൊണ്ടുവയ്ക്കാൻ പാടില്ല.